ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു ഹോം അപ്ലയൻസ് ബൈയിങ് ഗൈഡാണ് ആക്ച്വലി. കഴിഞ്ഞ തവണ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ AC വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് AC ആണ് വാങ്ങേണ്ടത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഫ്രിജറേറ്റർ, അതായത് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജ് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് മേടിക്കേണ്ടത്? ഇപ്പോൾ 2 പേരുള്ള വീട്ടിൽ 1 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, പക്ഷേ കുറച്ചുകൂടി ബെസ്റ്റ് ഓപ്ഷൻ എങ്ങനെയൊക്കെയാണ് മേടിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഈ വീഡിയോനെ 3 ബയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഒരു സ്മോൾ ഫാമിലി, അതായത് ബഡ്ജറ്റ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എന്നുള്ള സെഗ്മെൻറ്റ്. രണ്ടാമത്തത് ഒരു റെഗുലർ ഫാമിലി, ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആഗ്രഹിക്കുന്ന ഒരു മീഡിയം സൈസ് ഫാമിലി. മൂന്നാമത്തത് ഏറ്റവും ഒരു 5 മുതൽ 6 പേരൊക്കെ ഉള്ള ഒരു ഫാമിലി, ബട്ട് ഒരു വലിയ ലക്ഷറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു റെഫ്രിജറേറ്റർ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് മേടിക്കണം? ഒന്നാമത്തത് LGയുടെ 242 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ 3 സ്റ്റാർ AC. ഇതൊരു ഡബിൾ കൂളിംഗ് പ്ലസ് ടെക്നോളജി ഉള്ള ഒരു AC ആണ്. ആൻഡ് ഇതിനകത്ത് സ്മാർട്ട് ഇൻവേർട്ടർ കംപ്രസർ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും ആൻഡ് ക്വയറ്റർ ആയിരിക്കും. അടുത്ത് സാംസങ് എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ 236 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ 3 സ്റ്റാർ കൺവേർട്ടബിൾ റെഫ്രിജറേറ്റർ. ഡിസ്പ്ലേ പ്ലസ് ഡിജിറ്റൽ ഇൻവേർട്ടർ വരുന്ന ഒരു റെഫ്രിജറേറ്റർ ആണ്. നിങ്ങൾക്ക് ഫ്രീസറിൻ്റെ അകത്ത് വയ്ക്കാം മീറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ആ എൻറ്റയർ ഫ്രീസറിനെ ഒരു ഫ്രിഡ്ജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഗുഡ് ഫീച്ചർ. ഇതിനകത്ത് ഒരു ഡിജിറ്റൽ ഇൻവേർട്ടർ സാംസങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ കാണാൻ പറ്റുന്ന ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേ നോക്കിയിട്ട് നിങ്ങൾക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അടുത്ത ഓപ്ഷനും സാംസങ് തന്നെയാണ്. സാംസങ്ങിൻ്റെ 236 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ കൺവേർട്ടബിൾ റെഫ്രിജറേറ്റർ. ഇതിനകത്തൊരു കൂൾ പാക്കും അതുപോലെ തന്നെ മൂവബിൾ ഐസ് മേക്കറും വരുന്നുണ്ട്. കൂൾ പാക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാലും കുറേ നേരത്തേക്ക് ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് ആ ഒരു തണുപ്പ് പിടിച്ചു നിർത്തുന്ന ഒരു ടെക്നോളജിയാണിത്. പിന്നെ വരുന്നത് മൂവബിൾ ആയിട്ടുള്ള ഐസ് മേക്കർ, അതായത് ഐസ് ഉണ്ടാക്കുന്ന ഐസ് മേക്കർ. അതൊരു സെഗ്മെന്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷനാണ് IFBയുടെ 242 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ 7-in-1 മോഡുള്ള 360 കൂളിംഗ് ടെക്നോളജിയും ഡിയോഡറൈസർ ഒക്കെ ഉള്ള ഒരു ഫ്രിഡ്ജ്. ഇതിനകത്ത് ഇഷ്ടം പോലെ കൂളിംഗ് മോഡുകളുണ്ട്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് കൂളിംഗ് മോഡുകൾ മാറ്റേം തിരിക്കുകയൊക്കെ ചെയ്യാം. രണ്ടാമത്തത് 360 ഡിഗ്രി കൂളിംഗ് ടെക്നോളജി അതിനകത്തുണ്ട്. ദാറ്റ് മീൻസ് എല്ലാ ഭാഗത്തും ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, കൂളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ള ഡിയോഡറൈസർ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചില സമയത്ത് മീനും സാധനങ്ങളൊക്കെ വെക്കപ്പോൾ ആ മീനിൽ നിന്നും കറിയിൽ നിന്നൊക്കെ ഉള്ള മണം, ഗാർലിക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ മണം ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും.